കെഎസ്ആർടിസിയുടെ അഭിമാന നേട്ടമായി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രിക് ബസ് സർവീസിനെ തള്ളി കെ.ബി. ഗണേഷ് കുമാർ. ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളെ തുടർച്ചയായി തള്ളിപ്പറയുന്ന ഗണേഷ് കുമാറിന്റെ നിലപാട് പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെയുള്ള നിലപാട് ഇന്നും കെ.ബി. ഗണേഷ് കുമാർ ആവർത്തിച്ചു. ഓസിന് കിട്ടുന്നത് എന്ന് കരുതി ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കാനാവില്ല. വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന പരിപാടിക്ക് താനില്ല. യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ അല്ല കേരളം. ഡീസൽ വാഹനങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. 10 രൂപ ടിക്കറ്റ് നിരക്കിൽ യാത്ര അനുവദിക്കാനാകില്ല. നല്ല സൗകര്യം നൽകിയാൽ മലയാളി യാത്ര ചെയ്തുകൊള്ളും. വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് ഗണപതിക്കടിക്കുന്ന പരിപാടിക്ക് താനില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. വി അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ ഗതാഗത വകുപ്പ് കെ.ബി. ഗണേഷ് കുമാർ ഏറ്റെടുത്തതിന് ശേഷം അന്നു മുതൽ ഇന്ന് വരെയും ഇത്തരത്തിലുള്ള വാക്പോരുകൾ, അസ്വാരസ്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ മന്ത്രിക്കെതിരായി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ചില പരിഷ്കാരങ്ങൾക്കെതിരായുള്ള വിമർശനങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, വിമർശനങ്ങൾ എങ്ങനെയാണ്, പാർട്ടി ഇതിനോട് എടുക്കുന്ന നിലപാട് അതെങ്ങനെയാണ്? ആര്യ, സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ കെ.എസ്.ആർ.ടി.സി വകുപ്പ് കെ.ബി. ഗണേഷ് കുമാർ ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം കെ.എസ്.ആർ.ടി.സി നടപ്പാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങളെക്കുറിച്ചും കെ.എസ്.ആർ.ടി.സി എന്തുകൊണ്ട് ലാഭത്തിലാകുന്നതിൽ അദ്ദേഹത്തിന്റെ ചെറിയ നിഗമനങ്ങളെക്കുറിച്ചും പറഞ്ഞു തുടങ്ങിയിരുന്നു. വരുമാന ചോർച്ചയുണ്ടെന്ന ഒരു ആരോപണം അദ്ദേഹം കെ.എസ്.ആർ വരുമാന ചോർച്ച ഉണ്ടാകുന്നു, അത് തന്റെ കണ്ടെത്തലാണ്, എല്ലാവരും അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. അത് പിന്നീട് അത് വലിയൊരു രാഷ്ട്രീയവാദമായി കേരളത്തിൽ മാറുകയായിരുന്നു. പ്രത്യേകിച്ചും ആന്റണി രാജു, അതും ഇടതുമുന്നണി മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് പകരക്കാരനായാണ് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വന്നത്. സ്വാഭാവികമായും ആന്റണി രാജുവിന്റെ കാലത്ത് നടത്തിയ പരിഷ്കാരങ്ങൾ എല്ലാം അതിൽ പലതും പാളിപ്പോയി, തെറ്റുപറ്റി എന്ന ഒരു വിലയിരുത്തൽ കെ.ബി. ഗണേഷ് കുമാറിന് ഉണ്ട്. തരത്തിലേക്ക് നിഗമനങ്ങൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. ഒരു പരിധിവരെ അത് ആന്റണി രാജു അതിനുശേഷം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലൊക്കെ കെ.ബി. ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് വലിയ വിവാദമായി മാറുമ്പോഴാണ് ഇടതുമുന്നണി നേതൃത്വം ഇടപെട്ട് ഇനി അത്തരം കാര്യങ്ങളിൽ രണ്ടുപേരും ചർച്ചയ്ക്ക് പോകുന്ന നിലപാട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വീണ്ടും കെ.ബി. ഗണേഷ് കുമാർ രംഗത്ത് വരുന്നത് സംസ്ഥാന സർക്കാർ വളരെ വലിയൊരു അഭിമാന പദ്ധതിയായി അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളിലൊന്നായി അവതരിപ്പിച്ച ഈ ഇലക്ട്രിക് ബസ്സാണ്. കേന്ദ്രത്തിന്റെ ജനറൽ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ബസ്സാണ്. പക്ഷേ സംസ്ഥാനത്ത് അത് ലഭിക്കുമ്പോൾ ചെറിയ വഴികളിൽ പോലും, ഒരുപക്ഷെ ബസ്സുകൾ ഒരിക്കലും കടന്നു പോകാത്ത വഴിയിൽ, ആരും പ്രതീക്ഷിക്കാത്ത ഇടവഴികളിൽ പോലും ഈ ഇലക്ട്രിക് ബസ്സുകൾ പോയി അത് വലിയ വരുമാനം കെ.എസ്.ആർ.ടി.സി ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു ജനകീയമായി വളരെ പെട്ടെന്ന് ബസ്സുകൾ നിറഞ്ഞു പോകുന്ന കാഴ്ചയുണ്ടായത് വലിയ ആവേശമായി സർക്കാർ. മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത് യാത്ര ചെയ്തുകൊണ്ടുള്ള ഉദ്ഘാടനമാണ് ഇതിലുണ്ടായത്. അങ്ങനെ വന്ന ഒരു പദ്ധതി, ആ പദ്ധതിയാണ് ഇപ്പോൾ വളരെ അഭിമാനപൂർവ്വം സർക്കാർ കണ്ട ഒരു പദ്ധതിയാണ് പുതിയ മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ വന്നത് ഉടൻ തന്നെ തള്ളിപ്പറയുന്നത്. ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒട്ടും ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഇടമല്ല. അദ്ദേഹം ഈ മന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഓഫീസിലെത്തി ചുമതല എടുക്കുമ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇലക്ട്രിക് ബസ് അത്ര ഗുണകരമാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണ്, ലാഭകരമല്ല, ഇലക്ട്രിക് ബസ്സുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ 10 രൂപ നിരക്കിൽ, 10 രൂപ ഒരുപക്ഷെ ഒരു സൗജന്യമായി കേന്ദ്രത്തിന് കിട്ടിയ ഒരു ബസ് അതിനെ ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ, കൂടുതൽ ആളുകളെ ഇതിലേക്ക് കയറാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ, കെ.എസ്.ആർ.ടി.സി ജനകീയമാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയായി കൂടിയാണ് സർക്കാർ കണ്ടത്. പക്ഷേ അതിനെല്ലാം പാടെ തള്ളുകയാണ് കെ.ബി. ഗണേഷ് കുമാർ. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റ് അദ്ദേഹം പുതിയ തന്ത്രമാകാം. പക്ഷേ അത് സ്വാഭാവികമായി അത് വിലയിരുത്തപ്പെടുക ഒരു മന്ത്രി, അതും ഇടതു സർക്കാരിൽ ഒരു മന്ത്രി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുത്ത് നടത്തിയ ഒരു ഉദ്ഘാടനം, അവർ ആവേശപൂർവ്വം നടത്തിയ ഒരു യാത്ര, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേട്ടമായി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയെ ഒരു പുതിയ മന്ത്രി കെ.എസ്.ആർ.ടി.സി തലപ്പത്ത് വരുമ്പോൾ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും മുന്നണിയിൽ ഇത് കൂടുതൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആന്റണി രാജു ഇക്കാര്യത്തിൽ വലിയ എതിർ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം സ്വാഭാവികമായി മുന്നണിയുടെ പ്രശ്നങ്ങളായി മാറരുത്. ആദ്യഘട്ടത്തിൽ തർക്കം വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു മുന്നണിയുടെ നിർദ്ദേശം നൽകിയിരുന്നു കാര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആന്റണി രാജു പിന്നീട് തുടർപതികളിലേക്ക് പോകാത്തതാണ്. പക്ഷേ നിരന്തരം കെ.ബി. ഗണേഷ് കുമാർ ആന്റണി രാജുവിന്റെ കാലത്തെ പരിഷ്കാരങ്ങളെ, സർക്കാർ അഭിമാന പദ്ധതിയെ പ്രഖ്യാപിച്ച കാര്യങ്ങളെയൊക്കെ തള്ളിപ്പറയുന്ന സ്വാഭാവിക മുന്നണിക്കുള്ളൊരു അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 2022 ഓഗസ്റ്റിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ, ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ വരുന്നത്. ആദ്യമൊക്കെ എതിർപ്പ് CI2 നടക്കം എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് വളരെ ജനകീയമായ, ഒരുപക്ഷെ കെ.എസ്.ആർ.ടി.സി അടുത്ത കാലത്ത് അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായി കൊണ്ടുവന്ന ഏറ്റവും ജനകീയമായ പരിഷ്കാരമായി ഇലക്ട്രിക് ബസ്സുകൾ മാറിയിരുന്നു. ലാഭനഷ്ടങ്ങൾ നോക്കി മാത്രമാണ് കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ ഈ നിലപാടെടുക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കെ.ബി. ഗണേഷ് കുമാർ നഷ്ടമാണെന്നാണ് പറയുന്നത്.
പക്ഷേ പൂർണ്ണമായും ലാഭത്തിലോടേണ്ട ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ലാഭം മാത്രം നോക്കി നടത്തേണ്ട ഒരു സർവീസ് ഒരു മേഖലയാണോ, ഒരു ഗതാഗത മേഖലയാണോ KSRTC? അതൊരു സർവീസാണ്. സ്വാഭാവികമായും KSRTC ഒരു സേവനം കൂടിയാണ്. ആ സേവനം ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഒരുപക്ഷെ ഇപ്പോഴും നമുക്ക് ഇവിടുന്ന് നിരത്തിലേക്ക് ഇറങ്ങിയാൽ തിങ്ങി നിറഞ്ഞ് ഇലക്ട്രിക് ബസ്സുകളിൽ ആളുകൾ പോകുന്ന കാണാം. അത്തരമൊരു ബസ് സർവീസ് വേണ്ട, അത് നഷ്ടമെന്ന ഒരു മന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായും അത് ഇടതുമുന്നണിയുടെ നയത്തെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ പരിഷ്കാരത്തെ ഒരു മന്ത്രി തന്നെ പരസ്യമായി ചോദ്യം ചെയ്യുകയാണ്. അതിൽ സർക്കാരിന് കൂടി